ഹായ് ഫ്രണ്ട്സ്, സലാം ട്രാവൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മധുരയിലുള്ള സ്റ്റീൽ മാർക്കറ്റിലേക്ക് സ്റ്റീൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മധുരൈ കീളവാസൽ റോഡിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് മുമ്പോട്ട് പോകുക. ഈ ഒരു കടയിൽ പഴയ തുണികളാണെന്ന് തോന്നുന്നു ഈ ഇട്ടിരിക്കുന്നത്. അതൊന്ന് ചോദിക്കാം. ഇത് പുതുസു തുണിയാ അതാ புதுசு துணியா அதான் பழசு ஓல்டு தான். இது சேல் பண்ணுறதுக்கா ஆள்கார் வந்து பண்ணுவான். சரி சரி, சேல்ஸ்லாம் வச்சுருக்கு. അത് ഉപയോഗിച്ച തുണിയാണ്. അതിനുശേഷം അത് വൃത്തിയായി കൊണ്ടുവച്ചിരിക്കുകയാണ് വീണ്ടും പുതിയ ആൾക്കാർക്ക് വിൽക്കാൻ വേണ്ടി. വില കുറവായിരിക്കും. ഇതിനപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വീണ്ടും അതുപോലത്തെ കടകൾ തന്നെയുണ്ട്. ഇവിടെ എല്ലാം വീണ്ടും ധാരാളം കടകളൊക്കെ ഉണ്ട്. ഇതെല്ലാം റീറ്റെയിൽ ഷോപ്പുകളാണ്. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്, അതുവഴി പോവുക. വളരെ ചെറിയ റോഡുകളാണ്. ഇവിടെ വന്ന് നമുക്ക് വണ്ടി കൊണ്ടുവന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമോ പിക്കപ്പ് അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ കയറി വരത്തുള്ളൂ. അങ്ങനെയുള്ള വണ്ടികൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കയറി വരുന്നത്. കാരണം മറ്റു വണ്ടികളും ബൈക്കുകളും എല്ലാം കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്ന കാരണം അതെല്ലാം ഒതുക്കി വേണം കയറി വരാൻ. ഇതാണ് നമ്മൾ സ്റ്റീൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കട. നമ്മൾ നേരത്തെയും ഇവിടെ നിന്ന് സ്റ്റീൽ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഐറ്റംസ് ഇതിന് മുമ്പായി ഫോൺ ചെയ്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഐറ്റംസാണ് ഈ വെളിയിൽ ഇറക്കി വെച്ചിരിക്കുന്നതെല്ലാം. നമ്മൾ ഓർഡർ കൊടുത്ത ഐറ്റംസാണ്. ഇനി കുറച്ച് ഐറ്റംസ് നമ്മൾ കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ടിഫിൻ ബോക്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമുക്ക് കണ്ടെടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷോപ്പിൽ വരുന്നത്. സ്റ്റീൽ പാത്രങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് ലഭിക്കും. ബൾക്ക് പർച്ചേസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പ്രയോജനമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വരുന്ന എക്സ്പെൻസും മറ്റ് ചിലവുകളും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് സാധനം എടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഗുണമുള്ളൂ. കാണിച്ചേ അപ്പോൾ ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒട്ടുമിക്ക കടകൾക്കും അവർക്ക് ഔട്ട്സൈഡിൽ സ്റ്റീൽ പാത്രങ്ങളുടെ യൂണിറ്റുകളുണ്ട്, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ. അത് ചിലപ്പോൾ അവർ മാനുഫാക്ചർ ചെയ്യുന്ന പാർട്ടികൾക്ക് ഇവർ ഷീറ്റ് എടുത്തു കൊടുത്ത് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ക്വാണ്ടിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാർക്കറ്റിൽ മധുരയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്, പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ചെന്നൈ, ബോംബെ, ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളുമുണ്ട്. ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് സ്റ്റീൽ ബേബി മഗ്ഗുകളും സ്റ്റീൽ കലങ്ങളും സ്റ്റീൽ മഗ്ഗുകളും ചായരിപ്പുകളും ഒക്കെയാണ്. സ്റ്റീൽ പ്ലേറ്റുകൾ, സ്റ്റീൽ തൂക്കുപാത്രങ്ങൾ, സ്റ്റീൽ ചരുവങ്ങൾ. ഈ ചരുവമൊക്കെ സെറ്റായിട്ടാണ് വരുന്നത്. ഒരു സെറ്റിനകത്ത് 6-7-8 പീസുകൾ കാണും. ഇത് മഗ് സെറ്റാണ്. ഒരു സെറ്റിനകത്ത് 4 വലിപ്പം വരും. ഇത് സ്റ്റീൽ പുട്ടുകുടം. ഇത് സ്റ്റീൽ മിൽക്ക് പാന്, ഡീപ്പ് ഡപ്പ, ഇത് സ്റ്റീൽ തിരിക റിങ്,
ഇത് സ്റ്റീൽ ഹോർലിക്സ് തൂക്ക് എന്ന് പറയും, പാലൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തൂക്ക്. 5 സ്റ്റീൽ ജഗ്. இது ஒன்று இருக்கு, இல்லை வேணும்னு இது ஒரு மாடல் இருக்கு. ഓക്കെ. ஒன்று 2 3 வரும். ഇതെല്ലാം സ്റ്റീൽ ടിഫിൻ ബോക്സുകളാണ്. ഇതിൽ 2 3 പോട്. இல்லை ஒன்று நீங்கள் செலக்ட் பண்ணாங்க என்ன ஐட்டம் வேணும். അത് ഇത് 2 3 പോട്. 2 3 எவ்வளோ കൊല്ലാം. എന്നാ ബൈ. இது ஒரு ഇவ்வளோ വരുക. இல்லை ஜெம்போ வேணும்னு ஜெம்போ இதுக்கு. ഇത് உள்ளே வாட்டி வரும். ഇത് ഒരു മോഡൽ தானே. இது ஒரு மாடல். இது ரேட் கூட வரும். உள்ளே இந்த மாதிரி ஸ்நாக்ஸ் பாக்ஸ் மாதிரி வரும். இது வாட்டை பேர் வாட்டை எழுதிட்டு மேலே. இது ஒன்று இது இல்லை ஜம்போ வேணும்னு ஜம்போ இருக்கு. ജംബോ പാക്കട്ടെ. ஜம்போ பார்க்குறேன். എഴുതാലോ. ஜம்போ மால் பிடி எல்லாரும் പിടിച്ചാ തക്ബീർ എടുത്ത് ഇവിടെ കവറിന് വേണ്ടി എടുത്ത്. വേണ്ട 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 കാണിച്ചാൽ മതി. തുറന്നു. ഓക്കെ ഓക്കെ അടച്ചോ. ആ വേണം വേണം വരാം. വേണം വരാം വരാം വരാം. പിടിച്ചോ. ഓവൽ സെറ്റ് ഇരിക്കുക അല്ലേ? സെറ്റ് ഇരിക്കുക. വീടപ്പാ இல்லை வேணும்னு இது இருக்கு. വേറെ 1 2 പോടും. ഓക്കെ. இது போடல, இது போடணுமா? இது வேணும். ഓക്കെ. വേണ ஓவர் செம்பு ரிங்கு போட்டாச்சு. இந்த ஐட்டம் வேணும்ல, எல்லா குவாலிட்டியான ஐட்டம். चपाती ब्रश है, चपाती ब्रश है. पाकड़ वो बताइए 1 पीस फ्लेवर का चपाती ब्रश. നല്ല ക്വാളിറ്റിയാണ്. ബ്ലാക്ക് മാൻ റേറ്റ് എവിടെ വരും? 8 கிலோ பாத்தி கொடுத்துடலாம். வெறும் பாக்ஸ் இல்லாம வேணும். இது இருக்கு. ഇതൊക്കെ എവിടെ വരും? ரேட் கீழே பண்ணலாமே. இது என்ன ரேட்? இது ரேட் பாத் போட்டேன். 255. ഇത് 133 റേറ്റ് റിപ്പോർട്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്നും പർച്ചേസ് ചെയ്ത് ബില്ലൊക്കെ തയ്യാറാക്കാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ആ മാർക്കറ്റിൽ മുന്നോട്ട് നടന്നു. ആ മാർക്കറ്റിൽ ആ സൈഡിൽ കാണുന്ന കടകളിലെല്ലാം ഹോൾസെയിൽ കടകളാണ്. ചില കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, കാലിയാണ് ചില കടകളൊക്കെ. ചിലരുടെ ഗോഡൗണായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഈ ലൈനിലെ മുഴുവൻ കടകളും തന്നെ സ്റ്റീലിൻ്റെ ഹോൾസെയിൽ കടകളാണ്. ഇതെല്ലാം ഓരോരോ സ്റ്റീൽ ഹോൾസെയിൽ കടകളാണ്. ഇത് കുക്കർ അങ്ങനെയുള്ള ഐറ്റംസ് വിൽക്കുന്ന കടകൾ എല്ലാം ഹോൾസെയിലാണ്. ഇത് ബ്രാസ് ഐറ്റംസ് സെയിൽ ചെയ്യുന്ന കടകൾ. ബ്രാസിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നിലവിളക്ക്, ഉരുളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ, പറ, താലം അങ്ങനെയുള്ള എല്ലാ ഐറ്റം കിട്ടും. ഇതും ഹോൾസെയിൽ കടകളാണ്, സ്റ്റീലിൻ്റെ ഹോൾസെയിൽ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ടുള്ള റോഡിലെല്ലാം തന്നെ സ്റ്റീലിൻ്റെ ഹോൾസെയിൽ കടകളാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും റേറ്റൊക്കെ ചോദിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ കാണും പല കടകളിലും. അത് നമുക്ക് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് കുക്കർ അങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നൊരു കടയാണ്. മിക്സി, ഇത് ഗ്യാസ് സ്റ്റവും അതിൻ്റെ പാർട്സും ഒക്കെ വിൽക്കുന്നൊരു കടയാണ്.
വരുമല്ലോ. ഇത് ബ്രാസിൻ്റെ ഐറ്റംസ് വിൽക്കുന്നൊരു കടയാണ്. എല്ലാം വരും. ഇത് അലൂമിനിയം പാത്രങ്ങൾ വിൽക്കുന്ന കടയാണ്. ഇത് സ്റ്റീലാണ്. അങ്ങനെ മുന്നോട്ടെല്ലാം കടകളാണ്. മുന്നോട്ടെല്ലാം സ്റ്റീൽ പാത്രത്തിൻ്റെ കടകളും ബ്രാസ് ഐറ്റംസിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കടകളാണ്. ഇത് കുക്കർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട. മുന്നോട്ട് ഇനിയും പോകാം. ഞങ്ങളങ്ങനെ ഇത് സ്റ്റീലിൻ്റെ കൊട്ടയാണ്, പാത്രങ്ങളൊക്കെ കടി വയ്ക്കുന്ന കൊട്ട. ഞങ്ങൾ മുന്നോട്ട് ഒരുപാട് പോയില്ല, കുറച്ച് നടന്നിട്ട് ഞങ്ങൾ തിരിക്കുകയായിരുന്നു അവിടുന്ന്. കാരണം മുന്നോട്ടെല്ലാം ഇതുപോലുള്ള കടകൾ തന്നെയാണ്. നമുക്ക് നോക്കിയാൽ ഇതുപോലുള്ള കടകൾ തന്നെയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു കടയിൽ വന്ന് സാധനങ്ങൾ വില ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിലയായിട്ട് താരതമ്യപ്പെടുത്തി മറ്റുള്ള കടകളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരത്തുള്ളൂ വന്നാൽ തന്നെയും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നടന്ന് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് കടയിൽ ചെന്ന് ബില്ലെല്ലാം സെറ്റ് ചെയ്ത് ബില്ലും എല്ലാം വാങ്ങി ലോറിയിൽ ചെന്നപ്പോഴത്തേക്ക് കടക്കാർ തന്നെ ലോറിയിൽ ലോഡ് ചെയ്ത് ഞങ്ങളെ യാത്ര അയച്ചു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു. ഇപ്പോൾ സമയം 6:30 ഈ ടോൾ ഗേറ്റിൻ്റെ അവിടെ നമുക്ക് ഒരു ഹോട്ടലുണ്ട്. നമ്മളത് നേരത്തെ നോക്കി വെച്ചിട്ടുള്ളതാണ്. അവിടെ വന്ന് റൂം എടുക്കാം. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ രാവിലെ നാട്ടിലേക്ക് പോകാം എന്നുള്ള കണക്കൂട്ടിലായിരുന്നു. അങ്ങനെ ടോൾ ഗേറ്റിൽ അവിടെ വന്നു. ടോൾ നമ്മുടെ ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് 50 രൂപ നമുക്ക് ടോളായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ 100 രൂപയും തിരിച്ചു വന്നപ്പോൾ 50 രൂപയുമാണ് ടോൾ ഈടാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പിൽ തന്നെ കാണാം, ആ ലൈറ്റ് കാണുന്നത് ഹോട്ടലാണ്. നമ്മളവിടെ വന്ന് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ഇവിടെ വന്ന് റൂമെല്ലാം എടുത്തു. നല്ല വലിപ്പമുള്ള ഹോട്ടലാണ്. ഇവിടെ ഫുഡും എല്ലാം കിട്ടും, റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട് ഇവിടെ. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് പോകാം എന്നുള്ള കണക്കൂട്ടലാണ്. ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഉണ്ട്. ഇവിടെ ടോയ്സും ഒക്കെ വിൽക്കുന്ന സ്ഥലമാണിത്. ടോയ്സും മറ്റ് സ്റ്റേഷനറി സാധനങ്ങളും ഒക്കെ ഇവിടെ ലഭിക്കും. ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ. നമ്മുടെ റൂമിൻ്റെ റിസപ്ഷൻ ഇവിടാണ്. സെക്കൻഡ് ഫ്ലോറാ. സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം. ഞാൻ നേരത്തെ വന്ന് റൂമൊക്കെ നോക്കി എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഇവരെയും വിളിച്ചുകൊണ്ട് വന്നതാണ്. ലിഫ്റ്റിൽ കയറി നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ചെല്ലുകയാണ്. ഇതാണ് നമ്മൾ എടുത്ത റൂം. റൂമിന് 2400 രൂപയാണ് ചാർജ് വന്നേക്കുന്നത്. അത്യാവശ്യം വലിയ ബെഡും ഒക്കെയാണ്, നല്ല റൂമുമാണ്. നമുക്ക് 4 പേർക്കും ഒരുമിച്ച് കിടക്കാൻ പറ്റുന്ന നല്ല വലിയ ബെഡൊക്കെയാണുള്ളത്. ബാത്റൂമൊക്കെ നല്ല അടിപൊളി ബാത്റൂമൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം കണ്ടീഷനാണ്. 2400 ഇച്ചിരി കൂടുതലാണെങ്കിലും അത്യാവശ്യം നല്ല അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ഈ റൂമിന്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നും ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാനായി താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ ഒരു സൈഡിൽ നോൺ വെജ് ഹോട്ടലും ഒരു സൈഡിൽ വെജ് ഹോട്ടലുമാണുള്ളത്. ഞങ്ങൾ വെജ് ഹോട്ടലാണ് കയറിയത്. തക്ബീറും തസ്ബീയും പൂരി ഓർഡർ ചെയ്യുകയും ഞങ്ങൾ ഇടിയപ്പം ഓർഡർ ചെയ്തു. സാധാരണ വെജ് ഹോട്ടലുകളിൽ ഇടിയപ്പം ലഭിക്കുന്നതല്ല, ഇവിടെ ഇടിയപ്പം ഉണ്ടായിരുന്നു. ഇടിയപ്പവും തേങ്ങാപ്പാലും വെജ് കുറുമയുമാണ് ലഭിച്ചത്. തേങ്ങാപ്പാൽ നല്ല അടിപൊളി മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു തേങ്ങാപ്പാൽ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഇന്ന് ഇവിടെ തങ്ങുകയും രാവിലെ തന്നെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.